പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ യുദ്ധവിമാനം അടിയന്തരമായി ഇറക്കി. ബ്രിട്ടീഷ് യുദ്ധവിമാനമാണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. ഇന്നലെ രാത്രി 9:30-ക്കാണ് വിമാനം ഇറങ്ങിയത്. ഇന്ധനം നിറയ്ക്കാൻ ഇറങ്ങിയതാണ് എന്നാണ് സൂചന. ആഷിൻ ഡിയാഗോ ചേരുന്നുണ്ട്. ആഷിൻ ഡിയാഗോ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്നലെ വൈകുന്നേരം എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനം. ഇപ്പോൾ ഇന്ധനം നിറയ്ക്കാനുള്ള കേന്ദ്രാനുമതി ലഭിച്ചിട്ടുണ്ടോ? എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം? ഗുഡ് മോർണിംഗ് അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ അതിർത്തി, അതായത് 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ഒരു യുദ്ധക്കപ്പൽ, ബ്രിട്ടന്റെ ഒരു യുദ്ധക്കപ്പൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ നിന്നും പരിശീലന പറക്കലിനു വേണ്ടി പറന്നുയർന്നതായിരുന്നു ഈ ഫൈറ്റർ ജെറ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഫൈറ്റർ ജെറ്റിന്റെ പരിശീലന പറക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ച് ലാൻഡിങ്ങിന് വേണ്ടി ശ്രമിക്കുമ്പോൾ കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് തന്നെ ലാൻഡിംഗ് അത് അസാധ്യമായിരുന്നു. തുടർന്ന് വീണ്ടും 1-2 തവണ ലാൻഡിങ്ങിന് വേണ്ടി ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. ഇതിനിടയിൽ ഇന്ധനം കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും തൊട്ടടുത്തുള്ള എയർ സ്പേസ് എന്ന നിലയിൽ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് അനുമതി വാങ്ങി തൽക്കാലത്തേക്ക് ഇവിടേക്ക് ഇറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഈ ഫൈറ്റർ ജെറ്റ് ഇപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്ധനം നിറച്ചതിന് ശേഷം വീണ്ടും മടങ്ങിപ്പോകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഇന്ധനം നിറയ്ക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. ഈ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച ശേഷം ഇന്ധനം നിറച്ചതിന് ശേഷമാകും മടങ്ങിപ്പോകുക. അതിനു മുൻപ് ഈ ബ്രിട്ടീഷ് ഫൈറ്റർ ജെറ്റ് ഇവിടെ എത്താനുള്ള സാഹചര്യം, മറ്റു കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാകും പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ഇത് സംബന്ധിച്ച് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് 9:30-ക്ക് ശേഷമാണ് ഈ ഫൈറ്റർ ജെറ്റ് അതിന്റെ പറക്കൽ കഴിഞ്ഞ്, അതായത് പരിശീലന പറക്കൽ കഴിഞ്ഞ് തിരിച്ച് ലാൻഡിംഗ് ചെയ്യാൻ സമയത്ത് കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ഈ കപ്പലിലേക്ക് തന്നെ ബ്രിട്ടന്റെ തന്നെ യുദ്ധക്കപ്പലിലേക്ക് തിരിച്ചിറങ്ങാൻ കഴിയാതെ വരികയും ഇന്ധനം കുറവായത് മൂലം തൊട്ടടുത്തുള്ള എയർസ്പേസ് എന്നുള്ള നിലയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അടിയന്തര ലാൻഡിംഗ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്കൊന്ന് കേന്ദ്ര അനുമതി ലഭിച്ചാൽ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന് എണ്ണ നൽകാം എന്നുള്ളതാണ്. അടിയന്തരമായ സാഹചര്യങ്ങളിൽ അതിന് കേന്ദ്രത്തിന് അനുമതി കിട്ടിയാൽ മാത്രമേ അതൊരു യുദ്ധവിമാനം കൂടിയായ പശ്ചാത്തലത്തിൽ, അതല്ലെങ്കിൽ പോലും കേന്ദ്രാനുമതി വേണം എന്നുള്ളതാണ്.